കർശന പരിശോധന തുടർന്ന് സൗദി. ഒരാഴ്ചക്കിടെ നാടുകടത്തിയത് 10,537 പ്രവാസികളെ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ പരിശോധനകൾ തുടരുന്നു. സൗദി അറേബ്യയിൽ തൊഴിൽ, താമസ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താൻ വ്യാപക പരിശോധന. നവംബർ 21 മുതൽ 27 വരെയുള്ള ഒരാഴ്ചക്കിടെ നിയമലംഘകരായ 10,537 പേരെ നാടുകടത്തി. 19,024 പേരെ കൂടി പിടികൂടി. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നിയമലംഘകർ പിടിയിലായത്. സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും നടത്തിയ സംയുക്ത ഫീൽഡ് പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. അറസ്റ്റിലായവരിൽ 11,268 പേർ താമസ നിയമലംഘകരാണ്. 4,773 അതിർത്തി സുരക്ഷാ ലംഘകരും 2,983 തൊഴിൽ നിയമലംഘകരും പിടിയിലായി. രാജ്യത്തേക്ക് അനധികൃതമായ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 1,212 പേർ അറസ്റ്റിലായി. ഇതിൽ 73% ഇത്യോപ്യൻ പൗരന്മാരാണ്. 25% യമനികളും 2% മറ്റ് രാജ്യക്കാരും. അനധികൃതമായി രാജ്യത്ത് നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 122 പേർ അറസ്റ്റിലായി. അതേസമയം താമസ, ജോലി, അതിർത്തി സുരക്ഷാ നിയമലംഘകർക്ക് വിവിധ സഹായങ്ങൾ നൽകിയ 22 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. നിലവിൽ നിയമ നടപടികൾ നേരിടുന്ന 24,107 നിയമലംഘകരിൽ 21,176 പുരുഷന്മാരും 2,931 സ്ത്രീകളുമാണ്. പിടിക്കപ്പെട്ട വിദേശികളിൽ 15,970 പേരെ അവരുടെ യാത്രാരേഖകൾ ലഭിക്കുന്നതിന് അതത് രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തു. ഇവരിൽ 2,633 പേരെ നിലവിൽ തിരിച്ചയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടികളെല്ലാം പൂർത്തിയാക്കി 10,537 പേരെ നാടുകടത്തുകയും ചെയ്തു. അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് ആർക്കെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കുകയോ യാത്രാ സൗകര്യമോ അഭയമോ ഏതെങ്കിലും വിധത്തിൽ സഹായമോ സേവനമോ നൽകുകയോ ചെയ്താൽ 15 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഒപ്പം 10 ലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തും. പ്രതികളുടെ പേരുകൾ പ്രാദേശിക മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തുകയും അവർ അനധികൃത കടത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ, താമസത്തിനായി ഉപയോഗിച്ച വസതികൾ എന്നിവ കണ്ടുകെട്ടുകയും ചെയ്യും. ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ മക്ക, റിയാദ് എന്നീ പ്രവിശ്യകളിൽ നിന്നുള്ളവർ 911 എന്ന നമ്പറിലും മറ്റ് പ്രവിശ്യയിൽ നിന്നുള്ളവർ 999, 996 എന്നീ നമ്പറുകൾ ഒന്നിലും വിളിച്ചറിയിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു.